എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിക്കുന്ന ചോദ്യമാണ് മൊബൈൽ ഫോണിൽ വീഡിയോ എഡിറ്റിങ്ങിന് പറ്റിയ ആപ്പ് ഏതാണെന്ന്. ഞാൻ ഫോണിൽ വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന 2 ആപ്പാണ് കൈൻമാസ്റ്ററും അതുപോലെ തന്നെ ഇൻഷോട്ടും. ഇതിലൊരു തുടക്കക്കാരന്, ഒരു ബിഗിനറിന് പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഷോട്ടിലെ ഓരോ ടൂളും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വീഡിയോ കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഇൻഷോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഇൻഷോട്ടിൽ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റും. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയ അതുപോലെ തന്നെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയ വീഡിയോസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. വീഡിയോ, ഫോട്ടോ, കോളേജ് എന്ന് കാണാം. ഇതിൽ നമ്മൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ താഴെ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്ത പ്രോജക്റ്റാണ്. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഇതിൽ നമുക്ക് വേണ്ട വീഡിയോസ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വീഡിയോ ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ പ്ലേ ആവുന്നത് കാണാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ടിക്ക് വരുന്ന കാണാം. അപ്പോൾ ഈ 5 വീഡിയോസ് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ 4 വീഡിയോയും എൻ്റെ പ്രോജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ആ 4 വീഡിയോ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അത് പ്ലേ ചെയ്യുന്നതിന് ആ സെൻറ്ററിലെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഓരോ വീഡിയോ ആയിട്ട് പ്ലേ ആവും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ആ ക്യാൻവാസിൽ നമുക്ക് വേണ്ട എക്സ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ടിക്ടോക്കിന് വേണ്ടിയാണെങ്കിൽ ഈ എക്സ്പെക്ട് റേഷ്യോ, അതുപോലെ തന്നെ യൂട്യൂബിനാണെങ്കിൽ 16:9 കാണാം. അതുപോലെ തന്നെ 4:3, 3:2 എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എനിക്കിപ്പോൾ വേണ്ടത് നോ ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ നോ ഫ്രെയിം സെലക്ട് ചെയ്തു. നമുക്ക് ക്യാൻവാസിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ നോ ഫ്രെയിം കൊടുത്തിട്ട് ടിക്ക് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കാണ്. ഈ മ്യൂസിക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് 3 ഓപ്ഷൻ കാണാം. ഒന്ന് ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൽ നമുക്ക് ഇൻഷോട്ടിൽ തന്നെ കുറച്ച് ഓഡിയോ ലൈബ്രറി ഉണ്ട്. അതിലുള്ള മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ മ്യൂസിക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ആ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ആ മ്യൂസിക് നിങ്ങൾക്ക് മുകളിലൊരു പാനലിൽ വന്ന് കാണാം. ഇതാണ് ആ മ്യൂസിക് എന്ന് പറയുന്നത്. ആ മ്യൂസിക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ മ്യൂസിക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ടോപ്പിലായിട്ടൊരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ മ്യൂസിക്കിൻ്റെ ഏത് പാട്ടാണ് നമുക്ക് വേണമെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ ആ പാട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കിപ്പോൾ കാണാം അതിൻ്റെ കൂടെ മ്യൂസിക്കും പ്ലേ ആവുന്നുണ്ട്. കണ്ടോ, ഞാനിപ്പോൾ പ്ലേ ആവാൻ നേരത്ത് ആ മ്യൂസിക്കും ജസ്റ്റ് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂസിക് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിനി എഫക്ട്സ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ എഫക്ട്സ് ഉണ്ട്. നമുക്ക് എയറോപ്ലെയിൻ പോകുന്ന, എയറോപ്ലെയിൻ ക്രാഷ്, അങ്ങനെ നെറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ സൗണ്ട് എഫക്ട്സ് എന്ന് വെച്ചാൽ പലതിൻ്റെയും സൗണ്ട് എഫക്ട്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. കിളി കരയുന്നത്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇൻഷോട്ടിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മുകളിൽ നോക്കിയാൽ നമുക്ക് വേറൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നമുക്കിപ്പം ഓൺ വോയിസ് കൊടുക്കണമെങ്കിൽ ആ ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. ഇനി എഡിറ്റിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് എഫക്ട്സും ഫെയ്ഡ് ഔട്ടൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫെയ്ഡ് ഇന്നും അതുപോലെ തന്നെ ഫെയ്ഡ് ഔട്ടും ജസ്റ്റ് കൊടുക്കുകയാണ്. ഒരു 3 സെക്കൻഡ് കഴിയാൻ നേരത്താണ് ആ മ്യൂസിക് കറക്റ്റായിട്ട് വോളിയം കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ഫെയ്ഡ് ഇന്നും അതുപോലെ തന്നെ ഫെയ്ഡ് ഔട്ടും കൊടുത്തു, അത് ടിക്ക് കൊടുത്തു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ആ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് നിരവധി സ്റ്റിക്കേഴ്സ് കാണാം. ഇപ്പോൾ നമുക്ക് ട്രാവൽ വീഡിയോസ് ആണെങ്കിൽ ഈ ഇൻഷോട്ടിലുള്ള ഈ സ്റ്റിക്കറൊക്കെ കൊടുത്താൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അത് ഇങ്ങനെ റീസൈസ് ചെയ്യാനും അതിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ടിക്ക് കൊടുത്താൽ ആ സ്റ്റിക്കർ അവിടെ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോൻ്റെ ഏത് പാർട്ടിലാണ് ആ സ്റ്റിക്കർ വേണ്ടതെന്ന് വെച്ചാൽ അതും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്താൽ നമ്മൾ ആ വെച്ച ഭാഗത്ത് തന്നിടത്ത് ആ സ്റ്റിക്കർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എനിക്ക് തോന്നുന്നു ഈ സ്റ്റിക്കറിനെക്കാട്ടി കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് ഡ്രോൺ ഷോട്ട് ആയത് കാരണം മറ്റേ എയറോപ്ലെയിൻ്റെ സ്റ്റിക്കറല്ലേ. അപ്പോൾ നമുക്ക് എയറോപ്ലെയിൻ്റെ സ്റ്റിക്കർ ഒന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം. നമ്മൾ എയറോപ്ലെയിൻ കൊടുത്തു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചരിക്കണമെങ്കിൽ 2 കൈ വെച്ച് അത് ജസ്റ്റ് ചരിക്കാനും പറ്റും. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ടിക്ക് കൊടുത്തു.
ടിക്ക് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മളിപ്പം പ്ലേ ആകാൻ നേരത്ത് ആ ഭാഗത്ത് എത്താൻ നേരത്ത് ആ സ്റ്റിക്കർ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? അതാണ് ഈ സ്റ്റിക്കർ കൊണ്ടുള്ള യൂസ്. ഇനി നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ട്രാവൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറേ കളർ പാനൽ കണ്ട ആ കളർ പാനലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ പറ്റും. കണ്ടോ? നിരവധി കുറേ കളേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എഫക്റ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ 2 കളറൊക്കെ ചേർന്നുള്ള ആ എഫക്റ്റ് ഇല്ല, അതിനാണ് ഗ്രേഡിയൻ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേഡിയൻ്റ് എഫക്റ്റ് ഞാൻ കൊടുത്തു, എന്നിട്ട് ജസ്റ്റ് ട്രാവൽ എന്ന് കൊടുത്തു. ഇനി ഫോണ്ട് മാറ്റണമെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് ഫോണ്ട് കാണാം. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഫോണ്ട് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നിരവധി ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫോണ്ടാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ ഫോണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ടിക്ക് കൊടുത്തു. നമ്മൾ അവിടെ വരാൻ നേരത്ത് ട്രാവൽ എന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിക്കർ വരും. അതിനുശേഷം കുറച്ചും കൂടി പ്ലേ ചെയ്യാൻ നേരത്ത് നമ്മൾ രണ്ടാമത് കൊടുത്ത ടെക്സ്റ്റും നമ്മുടെ വീഡിയോയിൽ വരുന്ന കാണാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കിയാൽ കാണാം ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റേഴ്സിൽ നമുക്ക് നിരവധി ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. സിനിമ 2, സിനിമ 3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ലൈറ്റ് റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രീസെറ്റ്സ് പോലെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ വരും. ഇപ്പോൾ ഈ ഫിലിം 2 എന്ന് പറഞ്ഞ എഫക്ട്സ് ഇതിന് നല്ലപോലെ ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബിഫോർ ആഫ്റ്റർ കാണണമെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ബിഫോറും ആഫ്റ്ററും കാണാൻ സാധിക്കും. കണ്ടോ? ആ കളർ ചേഞ്ച് കണ്ടോ? അതുപോലെ തന്നെ നിരവധി എഫക്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ സൂം എഫക്ട്സ് ഒക്കെ വേണമെങ്കിൽ കണ്ടോ ഇതുപോലെ സൂം എഫക്ട്സ് കൊടുക്കാം. അല്ലാതെ ഷെയ്ക്ക് എഫക്റ്റ് വേണമെങ്കിൽ ഷെയ്ക്ക് എഫക്റ്റ് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ വീഡിയോ ഷെയ്ക്ക് ആവുന്ന എഫക്ട്സ് കണ്ടോ? നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആ എഫക്ട്സ് ഒന്നും ഇപ്പോൾ വേണ്ട. നമ്മുടെ ഈ വീഡിയോയിൽ അത് ആപ്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഒറിജിനൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അഡ്ജസ്റ്റിൽ നമുക്ക് കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇമേജസിൻ്റെയൊക്കെ നമ്മൾ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ കൂട്ടത്തില്ലേ, അതുപോലെ തന്നെ വീഡിയോയുടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റൊക്കെ നമുക്ക് ഈ ഇൻഷോട്ടിൽ കൂട്ടാൻ പറ്റും. നമുക്ക് കൈൻ മാസ്റ്ററിൽ ഇതുപോലെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഷാർപ്നെസ്, അതുപോലെ തന്നെ ഷാഡോ, കളർ, ഹ്യൂ, വിഗ്നിറ്റ്, ഗ്രൈൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഇൻഷോട്ടിലേ ഉള്ളൂ. കൈൻ മാസ്റ്ററിൽ നമുക്ക് ബ്രൈറ്റ്നസ്സും സാച്ചുറേഷനും കോൺട്രാസ്റ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഷാഡോ കൂട്ടണമെങ്കിൽ ഷാഡോ കൂട്ടി ഹൈലൈറ്റ് കുറയ്ക്കാം. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്കിപ്പം കളേഴ്സ്, ഹൈലൈറ്റിന് ഒരു കളർ കൊടുക്കാം, ഹൈലൈറ്റിന് ബ്ലൂ കൊടുക്കാം, ഷാഡോസിന് യെല്ലോ കൊടുക്കാം. അതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇപ്പം ഞാൻ ആ ഷാഡോസിൽ യെല്ലോ കൊടുത്തപ്പോഴത്തേക്ക് ഒരു ഫെയ്ഡിങ് എഫക്റ്റ് വന്നതുകൊണ്ടോ. അതുപോലെ നമുക്ക് എല്ലാ കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ എഫക്ട്സ്. ഇനി ട്രിം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം. ഇപ്പം ഇത്രയും മതി, ഈ വീഡിയോയിൽ എനിക്ക് ഈ ഭാഗം വരെ മതി. അപ്പോൾ എനിക്കത് കട്ട് ചെയ്യാം, ട്രിം ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു വീഡിയോയുടെ തന്നെ 2 ഭാഗം എനിക്ക് മതി. എനിക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം മതി. അങ്ങനെ മതിയെങ്കിൽ നമുക്ക് ഈ കട്ട് ഓപ്ഷൻ യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ തന്നെ പലതായിട്ട് മുറിക്കാൻ ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ട്രിം ഓപ്ഷൻ യൂസ് ചെയ്ത് ഈ വീഡിയോയുടെ ഈ ഭാഗം മാത്രം എനിക്ക് മതി. അപ്പോൾ ഞാൻ ഈ ട്രിം ഓപ്ഷൻ കൊടുത്തിട്ട് ടിക്ക് കൊടുക്കാൻ നേരത്ത് ആ വീഡിയോയുടെ ആ ഭാഗം മാത്രം, ഇപ്പോൾ നമ്മൾ എയറോപ്ലെയിൻ വെച്ച ഭാഗം മാത്രമേ വരത്തുള്ളൂ. അതിനുശേഷം ആ ടെക്സ്റ്റ് കൊടുത്തത് വരത്തില്ല. കണ്ടോ? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പോയതുകൊണ്ട് ഞാനിപ്പം ട്രിം എടുത്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഭാഗവും കൂടി വീണ്ടും എടുത്തിരിക്കുകയാണ്. ടെക്സ്റ്റ് ഭാഗം വന്നിട്ടില്ല. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ട്രിം ചെയ്തതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ഭാഗം വേണമെങ്കിൽ നമ്മൾ ട്രിമ്മിൽ തന്നെ പോയിട്ട് നമുക്ക് വേണ്ട ഭാഗം ഇങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഓപ്ഷനാണ്. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഈ ട്രിമ്മിൽ സ്പ്ലിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തില്ല, അത് തന്നെയാണ് ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഫ്രെയിമിനെ തന്നെ പലതായിട്ട് മുറിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇപ്പം ഈ സൺസെറ്റിൻ്റെ വീഡിയോ എനിക്ക് വേണ്ട, അതിനുവേണ്ടി നമുക്ക് ഈ ഡിലീറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. കണ്ടോ? ആ വീഡിയോ ഇതിൽ നിന്ന് ഡിലീറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ട്രിം എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പം ആവശ്യമില്ലാത്ത ഭാഗം ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൽ എടുത്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ആ വീഡിയോ ഡിലീറ്റ് ആവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനാണ്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയാൽ നമ്മുടെ വീഡിയോക്ക് പല ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ
ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അത് കളയണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഇൻഡു എന്ന് പറഞ്ഞ് കിടക്കുന്നതാണോ ഇങ്ങനെ ആ റൗണ്ടിൽ ഒരു മാർക്കുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെ സ്പീഡ് കൂടുന്ന ഓപ്ഷനാണ്. നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാനും, ഇപ്പം വീഡിയോയുടെ സ്പീഡ് കുറയുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടോ? അങ്ങനെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും പറ്റും, കണ്ടോ? പെട്ടെന്ന് മൂവ്മെൻറ്റ് വരുന്നതുണ്ടോ? അതാണ് ഈ സ്പീഡ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് ഓപ്ഷനാണ്. നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോ ഒരു ഭാഗം മാത്രം മതി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി നമുക്കിപ്പം ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെയുള്ള ഇൻസ്റ്റാഗ്രാമിലെ ലോഗോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഇൻസ്റ്റാഗ്രാമിന് പറ്റുന്ന രീതിയിൽ കണ്ടോ 4:5 റേഷ്യോയിൽ നമുക്ക് വീഡിയോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോ ഫ്രെയിം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ആ എക്സ്പെക്റ്റഡ് റേഷ്യോയിൽ തന്നെ വീഡിയോ വരും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വോളിയം ഓപ്ഷനാണ്. നമ്മളിപ്പം ആൾക്കാർ നടക്കുന്ന വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ ആ ആൾക്കാരുടെ സൗണ്ടൊക്കെ വരത്തില്ലേ, അപ്പോൾ അതൊക്കെ കളയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വോളിയം വരുന്ന കാണാം. അത് നമുക്ക് കുറച്ചിട്ട് ആ വീഡിയോയിലുള്ള ഓഡിയോ കളഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്ന മ്യൂസിക് മാത്രമാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓരോ ക്ലിപ്പായിട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ ക്ലിപ്പിലെയും വോളിയം ജസ്റ്റ് കളയുവാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് മാത്രമേ ഈ വീഡിയോയിൽ വരത്തുള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മളിപ്പം ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ആ വീഡിയോ രണ്ടാവുന്ന കാണാം. ഇപ്പം ആ വീഡിയോയുടെ തന്നെ 2 പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ? ഇനി ആ ഒരു പാർട്ട് കളയണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ പോകുന്ന കാണാം, കണ്ടോ? ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോ ഇപ്പം ജസ്റ്റ് തിരിക്കണമെങ്കിൽ കണ്ടോ റൊട്ടേറ്റ് ചെയ്യാൻ ആ ഓപ്ഷൻ യൂസ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കണ്ടോ? ഇപ്പോൾ വീഡിയോ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഓഡിയോ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ 2 ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രീസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു വീഡിയോയുടെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഫ്രീസ് നിൽക്കുക, ആ വീഡിയോയിൽ നിന്നൊരു ഫ്രെയിം അവിടെ ക്രിയേറ്റ് ആവും, കണ്ടോ? ആ വീഡിയോയിൽ നിന്നൊരു ഫ്രെയിം ജസ്റ്റ് ക്രിയേറ്റായി, 2 ഫ്രെയിം ക്രിയേറ്റായി. അതിന് ശേഷമേ വീഡിയോ ജസ്റ്റ് പ്ലേ ആവത്തുള്ളൂ. നമ്മൾ വീഡിയോയുടെ ഒരു ഭാഗം ജസ്റ്റ് ഫ്രീസ് ആവുന്ന അത്രേ ഉള്ളൂ. അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 വീഡിയോസിൻ്റെ സെൻറ്ററിൽ താഴെയായിട്ട് നോക്കിയാൽ കാണാം ഒരു ഐക്കണിൽ ഒരു പെൻസിൽ ഇരിക്കുന്ന കാണാം. അതെന്ന് പറയുന്നത് 2 വീഡിയോസിൻ്റെ ഇടയിലുള്ള ട്രാൻസാക്ഷനാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നിരവധി ട്രാൻസാക്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് ആ മുകളിലത്തെ ബാറിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ്റെ ഡയറക്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസിൻ്റെ ഇടയിൽ ഒരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ തന്നെ വേറൊരു വീഡിയോയിലും അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ ആ 2ാമത്തെയും 3ാമത്തെയും ക്ലിപ്പിൻ്റെ ഇടയിൽ വേറൊരു ട്രാൻസാക്ഷനും ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം കുറച്ചു, അത് നമ്മൾ ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ രണ്ടും അപ്ലൈ ചെയ്യാമെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഭാഗത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ 2 വീഡിയോസും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു ഗ്ലിച്ച് ട്രാൻസാക്ഷൻ എഫക്റ്റ് വന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് 2ാമത്തെയും 3ാമത്തെയും വീഡിയോൻ്റെ ഇടയിലും ട്രാൻസാക്ഷൻ വന്നു ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം ആ വീഡിയോൻ്റെ ഇടയിലും ഒരു ചെറിയ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അടുത്ത എഫക്റ്റ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ സേവ് ചെയ്യാനായി നമ്മൾ ടോപ്പിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ചെയ്യണമെന്ന് കാണിക്കും. ഞാൻ എപ്പോഴും 1080pയിലാണ് സേവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീഡിയോ സേവ് ആയി കഴിയാൻ നേരത്ത് നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
തുടക്കക്കാരന് പോലും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഇൻഷോട്ട്. അപ്പോൾ ഇൻഷോട്ടിൻ്റെ ഫുൾ അൺലോക്ക്ഡ് വെർഷനിലാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തത്. ഈ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിലേറ്റഡ് ആയ കണ്ടന്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സുനേഷ് സൈനിങ് ഓഫ്. ബൈ.